Hi friends, welcome to Garam Masala, the magic spices of cooking. പനീർ പെട്ടി അല്ലെങ്കിൽ എഗ് ബോക്സ്. ഇന്ന് നമുക്ക് മലബാർ ട്രഡീഷണൽ സ്നാക്കായ പനീർ പെട്ടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ഫോർ ബാറ്റർ മൈദ 1 കപ്പ്, മുട്ട 1 എണ്ണം, ഉപ്പ്, വെള്ളം. ഫോർ ഫില്ലിങ്സ് മുട്ട 4 എണ്ണം, റൈസിൻസ് 3 ടേബിൾ സ്പൂൺ, കാഷ്യൂനട്ട്സ് 3 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത്, പഞ്ചസാര 1/2 കപ്പ്, ഏലക്ക 2 എണ്ണം ക്രഷ് ചെയ്തത്, നെയ്യ് 1 ടേബിൾ സ്പൂൺ. ഫോർ ഷുഗർ സിറപ്പ് വെള്ളം 1/4 കപ്പ്, ഏലക്ക 1 എണ്ണം, പഞ്ചസാര 1/4 കപ്പ്, റോസ് വാട്ടർ 1/2 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1/2 ടീസ്പൂൺ. ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. മൈദയെ ഒരു വലിയ ബൗളിലോട്ട് എടുക്കണം. ഇതിലോട്ട് ഉപ്പ്, മുട്ട ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് ഇതിനെ ഒരു ലൂസ് ബാറ്ററാക്കി മാറ്റണം. നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ പരുവം. ഇനി നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം. ഇതിനായി 4 മുട്ടയെ ബീറ്റ് ചെയ്തെടുക്കണം. ചൂടായ പാനിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് മുറിച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് റൈസൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും റൈസൻസും ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്ക, പഞ്ചസാര ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കാം. ആദ്യം ഒരു തവി ബാറ്റർ ഒഴിച്ച് നമുക്ക് ചെറിയൊരു പാൻ കേക്ക് ഉണ്ടാക്കാം. കുക്കായി വരുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇതിന്റെ സെന്ററിലായി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് വെക്കാം. ഇനി നമുക്കിതിനെ ഫോൾഡ് ചെയ്യണം. ഇതുപോലെയാണ് ഫോൾഡ് ചെയ്യേണ്ടത്. ഇനി 2 തവി ബാറ്റർ ഒഴിച്ച് നമുക്ക് സെക്കൻഡ് പാൻ കേക്ക് തയ്യാറാക്കാം. ഫസ്റ്റ് പാൻ കേക്കിനേക്കാൾ വലുതായിരിക്കണം ഇത്. ഇതിന്റെ സെന്ററിലായി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് വെക്കാം. ഇതിന്റെ മുകളിലായി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള പാൻ കേക്ക് കൂടെ വെക്കണം. ഇനി നമുക്കിതിനെ ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത പാൻ കേക്ക് തയ്യാറാക്കാം. കുറച്ചുകൂടി വലിയ പാൻ കേക്കാണ് തയ്യാറാക്കേണ്ടത്. ഇതിനുവേണ്ടി നമുക്ക് 3 തവി ബാറ്റർ ഒഴിക്കാം. ഇതിന്റെ സെന്ററിലായി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് വെക്കാം. ഇനി നേരത്തെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള പാൻ കേക്ക് കൂടെ ഇതിന്റെ മുകളിലായി വെക്കണം. നമുക്കിനി ഇതിനെ ഫോൾഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പനീർ പെട്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലാ പനീർ പെട്ടിയും തയ്യാറാക്കണം. ഇനി നമുക്ക് സിറപ്പ് തയ്യാറാക്കാം. ഒരു സോസ് പാനിലോട്ട് പഞ്ചസാര എടുക്കണം. ഇതിലോട്ട് വെള്ളം ഒഴിച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ഏലക്ക, റോസ് വാട്ടർ, ലൈം ജ്യൂസ് ഇവ കൂടെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ സിറപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഓരോ പനീർ പെട്ടിയുടെയും മുകൾ ഭാഗം ഇതുപോലെ ക്രോസ് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ഗ്യാപ്പിലൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് പനീർ പെട്ടി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ ഷുഗർ സിറപ്പിന്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.